യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് മീര, കോതോങ്കലത്തു നിന്നാണ് വരുന്നത്, കാരക്കുന്ന് ഇടവ. ഞാനിവിടെ ആദ്യമായിട്ടൊരു സാറ്റർഡേ വൺ ഡേ കൺവെൻഷനാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ കൗൺസിലിങ്ങിന് പറഞ്ഞു മൂക്കുത്തി അപ്പസ്റ്റഡും ഒക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം മടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനെ കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞു അതൊക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, തടസ്സങ്ങളൊക്കെ മാറും. ഒരു 10 വർഷമായിട്ട് മൂക്കുത്തി അപ്പസ്റ്റഡൊക്കെ ഉണ്ടായിരുന്നു. അന്നോട്ട് എല്ലാ കാര്യത്തിലും ഓരോരോ തടസ്സങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാൻ മേല, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. അത് കഴിഞ്ഞ് അത്ഭുതങ്ങൾ ജപമാലയും 90 ദിവസം കണ്ടു, മുടങ്ങാതെ പ്രാർത്ഥിച്ചിരുന്നു. സ്ഥലം വിൽക്കാനൊരു തടസ്സം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എത്ര സെന്റ് സ്ഥലം? അതൊരു 1.5 ഏക്കർ സ്ഥലം. 1.5 ഏക്കർ സ്ഥലം വിറ്റുപോയാ? കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ വലിയൊരു അനുഗ്രഹമില്ല അത് വിറ്റ് പോകുന്നു. ആദ്യ സ്ഥലം വിറ്റ് പോകണപ്പോൾ പിന്നെ മകന് +2 കഴിഞ്ഞിട്ട് മർച്ചൻ്റ് നേവിയുടെ കോഴ്സിന് പോകാനായിരുന്നു ആഗ്രഹം. എന്ത് സംഭവിച്ചിട്ടും ഒരു ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതിന് ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ബോംബെ വെച്ചിട്ടുണ്ടായിരുന്നു. അവന് കൂടിയിട്ടിറങ്ങി ഭയങ്കര സങ്കടമായിരുന്നു, എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് പ്രാർത്ഥനാ സഹായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഓയിലൊക്കെ തൂത്ത് കുരിശ് വരച്ചാണ് വിട്ടതും. അപ്പം അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവന് പോലും വിശ്വസിക്കാത്ത രീതിയിൽ നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ പാസ്സായി അഡ്മിഷൻ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ബാങ്കിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി. എനിക്ക് എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഒരു മനസ്സിലൊരു വിശ്വാസക്കുറവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പല അത്ഭുതമാലയിലും പറഞ്ഞിട്ടുണ്ട് മീര എന്ന മകളോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയെന്ന്. അപ്പോൾ ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഓയിൽ ഇങ്ങനെ ഉറങ്ങുമ്പം ചിലപ്പം ജലദോഷമൊക്കെ ഒന്ന് മൂക്കടഞ്ഞു പോകുമായിരുന്നു. ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത പോലെ എഴുന്നേറ്റിരിക്കുമ്പം അച്ഛൻ പറഞ്ഞ പോലെ മൂക്കിൽ ഇങ്ങനെ വിക്സൊക്കെ പുരട്ടുന്ന പോലെ പുരട്ടി പെട്ടെന്ന് തന്നെ നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് കാലിൽ സ്കിൻ അലർജി ഉണ്ടായിരുന്നു, അത് ഓയിൽ ഉപയോഗിച്ച് മാറിക്കിട്ടി. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങൾ നന്ദി പറയാം കേട്ടോ.